ഈ ലോറി ഉടമ മുബീന് ഏച്ചി ഞാൻ എൻ്റെ വീടാ, ഞാൻ അവിടുത്തെ കുടുംബനാഥനാ. ഇനി അതിൽ മുബീൻ്റെതായി എൻ്റെതായി ഇവർക്ക് എന്താ ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു പെരുമാറ്റമല്ലേ പെരുമാറിയത്. ലോറി ഉടമ എൻ്റെ അനിയൻ തന്നെയാണ്, അത് RC ഓണർ. എൻ്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവൻ്റെ പേരിലാണ്. വാഹനപ്രാന്തനാണ്, ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാണ്. അങ്ങനത്തെ അതിലിഞ്ഞിപ്പോൾ എന്താ നമ്മളെ കുടുംബം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നത്? എന്താ ആവശ്യമുള്ളത്? ഞാനും എൻ്റെ അനിയനും എൻ്റെ ഉമ്മ, നമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം. ദയവ് ചെയ്തിട്ട് അതിനെ എല്ലാവരും കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാ തല്ലുണ്ടാക്കിക്കുന്നത്? നമുക്ക് അങ്ങനെ ആവില്ല. നമ്മൾ ഫുൾ എൻ്റെ മെസ്സേജ് തന്നെ എന്താണ്, ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാധ്യമത്തിനോട് വന്ന് പറയും. ഇതുവരെ ആരും നമ്മളെ അങ്ങനെ മോശക്കാരനായി കാണില്ല. ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാപ്പിച്ചക്കാരനല്ല. എന്തായാലും പ്ലീസ്, അത്ര ഒന്നും ഇതായിട്ടില്ല. ഈ ഒരു മൊത്തം സംരംഭം 5 പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൽക്കാലം 2 തലമുറക്കൊക്കെ ഉള്ള നമ്മളെ വാപ്പന ഉണ്ടാക്കിയിട്ടിരിക്കണ്. നോ പ്രോബ്ലം. പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഒരു സെൻഡ് ഓഫ് നടത്തിയിരുന്നു. നിങ്ങളെല്ലാവരും ഈ മാധ്യമപ്രവർത്തകരിൽ ഇപ്പോൾ അരുൺ ഭായ് നിങ്ങൾക്കൊക്കെ അറിയാം, ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനിക്കൊരു നല്ല ഹോട്ടലിൽ നിന്നൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചതാണ്. ഇപ്പോൾ സെൻഡ് ഓഫ് എന്നുള്ള നിലക്ക് ആക്കണേ. എനിക്ക് ഇവനക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവരൊക്കെ ഇതിപ്പോൾ ഞാൻ ഇവിടെ മുക്കത്ത് വന്നെന്തിനാ? എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, എൻ്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ നാട്ടിലെ ഒരു പറ്റം ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ഛ ഇല്ലാതെ വന്നിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ്. ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെ, ഞാൻ ഈ താഴേക്കടുള്ള ആളുകൾക്കാണ് എന്താക്കണത് പ്രാധാന്യം കൊടുക്കണത്. നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ്. അപ്പം നമ്മൾ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ രേവന്ത് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാവരും, മുഖ്യമന്ത്രി റെസ്ക്യൂ ടീം ആയിക്കോട്ടെ, അങ്ങനെ നസ്ര, അങ്ങനെ പല ആൾക്കാരും, അതേമാതിരി ഫൈൻഡ് ആക്ഷൻ അർജുൻ കമ്മിറ്റി, അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർ മൽപ്പ, രഞ്ജിത് ഇസ്രായേൽ, ഇങ്ങനത്തെ കുറേ ക്യാരക്ടർമാർ ഇതിലുണ്ട്, ഈ പ്രയത്നത്തിലുണ്ട്. ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല. ഞാൻ ഇവനക്ക് എൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ്. അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി, ഞാൻ ഓനെ യാത്ര ആക്കുകയാണ്. അതിന് ഇംഗ്ലീഷിൽ പറയും സെൻഡ് ഓഫ്, അതിൻ്റെ മലയാളം വേർഡ് യാത്ര അയക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുപോയി. എന്നോട് അത് പറഞ്ഞതിന് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കണം ആ ഫാമിലിനോട്. ഞാൻ എൻ്റെ കടമ ചെയ്യണത്, ഞാനത് ഏതൊരു വ്യക്തിനോടും ഞാൻ ചെയ്യും. എനിക്ക് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ മൈക്കുകൾ എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന ജനങ്ങൾ എൻ്റെ കൂടെ ഉള്ളതും ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ്.